നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബ്രൂവറിയുമായി മുന്നോട്ടെന്ന മുഖ്യമന്ത്രി. നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുമെന്നും വ്യവസായ നിക്ഷേപ പദ്ധതിക്ക് ടെൻഡർ ബാധകമല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്നും പിണറായി വിജയൻ. കുടിവെള്ളം മറന്നുള്ള വികസനം വേണ്ടെന്ന് ബിനോയ് വിശ്വം. എക്സൈസ് മന്ത്രിയുടെ പെരുമാറ്റം മദ്യക്കമ്പനി വക്താവിനെ പോലെയെന്ന് VD സതീശൻ. PPE കിറ്റ് അഴിമതി നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അമിത വിലയ്ക്ക് വാങ്ങിയത് അഴിമതി തന്നെയെന്ന് VD സതീശൻ. സർക്കാർ ശ്രമിച്ചത് കോവിഡ് കാലത്ത് ജീവൻ രക്ഷിക്കാനെന്ന് മുഖ്യമന്ത്രി. PPE കിറ്റിന്റെ ക്ഷാമമാണ് കൂടിയ വിലയ്ക്ക് വാങ്ങാൻ കാരണമെന്ന് ആരോഗ്യമന്ത്രി. വയനാട് പുനരധിവാസത്തിനായി 712.91 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി സഭയിൽ. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകും. കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം വരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റാൻ ധാരണ. പുതിയ പ്രസിഡന്റിനെ സമവായത്തിലൂടെ കണ്ടെത്തും. സംസ്ഥാനത്തെ അഭിപ്രായ ഭിന്നത ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഷാർജ എമിറേറ്റ്സിലെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ മികവ് മെച്ചപ്പെടുത്താൻ ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഐഡിറ്റ് മിഡിൽ ഈസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കരാറിൽ സ്വകാര്യ സ്കൂൾ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലന പരിപാടികളും. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലേങ്കയും മാഡിസൺ കീസും ഏറ്റുമുട്ടും. കീസ് ഫൈനലിൽ കടന്നത് ഇഗ സ്വിയാറ്റെക്കിനെ വീഴ്ത്തി. ഷാർജ എമിറേറ്റ്സിലെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി ഐഡിറ്റ് മിഡിൽ ഈസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലണ്ടനിൽ നടന്ന ബൈറ്റ് പ്രദർശനത്തിൽ വെച്ചാണ് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഈ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. ആവശ്യമായ പരിശോധനകളും വിലയിരുത്തലുകളും നടത്തി എമിറേറ്റ്സിലെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം. സ്വകാര്യ വിദ്യാഭ്യാസത്തിൽ മികവ് കൈവരിക്കാനും സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നതെന്ന് ഡയറക്ടർ ജനറൽ അലി അഹമ്മദ് അൽ ഹൊസാനി പറഞ്ഞു. 2 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്ന കരാറിൽ സ്വകാര്യ സ്കൂൾ ജീവനക്കാർക്ക് പരിശീലന പരിപാടികൾ നൽകുക, വിശദമായ പ്രകടന റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ നൽകുക എന്നിവ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ പ്രവാസികളായ സർക്കാർ ജീവനക്കാർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായ എക്സിറ്റ് പെർമിറ്റ് ഇനി മുതൽ സാഹൽ ആപ്പ് വഴി. ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചുകൊണ്ടാണ് സിവിൽ സർവീസ് കമ്മീഷൻ സാഹൽ ആപ്ലിക്കേഷൻ വഴി പുതിയ ഇലക്ട്രോണിക് സേവനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം വിദേശികളായ സർക്കാർ ജീവനക്കാർക്ക് നാട്ടിലേക്ക് പോകുന്നതിനുൾപ്പെടെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുന്നതിന് സാഹൽ ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അംഗീകാരം ലഭിച്ച ശേഷം എക്സിറ്റ് പെർമിറ്റ് സാഹൽ ആപ്പ് വഴി ലഭ്യമാകും. സന്ദർശകരെ ആകർഷിക്കുക, ടൂറിസം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് കുവൈറ്റ് കാര്യക്ഷമമായ വിസ റെസിഡൻസി പ്രക്രിയകൾ അവതരിപ്പിക്കുന്നുവെന്ന് റെസിഡൻസി അഫയേഴ്സ് മേഖലയിലെ ഡയറക്ടർ ബ്രിഗേഡിയർ ഹമ്മദ് അൽ റുവൈഫ്. താമസക്കാർക്കും സന്ദർശകർക്കും ശക്തമായ നിയമചട്ടക്കൂടുകൾ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമായി സ്വയം സ്ഥാപിക്കുക എന്ന രാജ്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർക്കായി കുവൈറ്റ് തുറന്നിട്ടുണ്ടെന്ന് ബ്രിഗേഡിയർ പറഞ്ഞു. സഹേൽ ആപ്പ്, സമർപ്പിത വിസ വെബ്സൈറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നേരിട്ടും ഓൺലൈനായും വിസ പ്രോസസ്സിംഗ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UN സുരക്ഷാ കൗൺസിലിന്റെ സുപ്രധാന പ്രമേയങ്ങൾ നടപ്പാക്കുന്നതിനായി തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് കുറ്റകരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾക്ക് കുവൈറ്റ് ഒരുങ്ങുന്നു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മൂല്യനിർണ്ണയ പ്രക്രിയയുടെ മെച്ചപ്പെടുത്തിയ ഫോളോ അപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള രാജ്യത്തിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് കുവൈറ്റ് വികസന അന്താരാഷ്ട്ര സഹകരണ അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി അംബാസിഡർ ഹമ്മദ് അൽ മഷാൻ പറഞ്ഞു. UNSC പ്രമേയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റുന്നതിനുള്ള
കുവൈറ്റിന്റെ പ്രതിബദ്ധത അൽമഷാൻ വ്യക്തമാക്കി. അതിൽ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് തടയുന്നതിനുള്ള നടപടികളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ സൗദി അറേബ്യയുടെ പെട്രോൾ ഇതര കയറ്റുമതിയിൽ 19.7% വളർച്ച രേഖപ്പെടുത്തിയതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. നവംബറിൽ 26.9 ബില്യൺ റിയാലിന്റെ പെട്രോൾ ഇതര ഉൽപ്പന്നങ്ങളാണ് വിദേശങ്ങളിലേക്ക് കയറ്റി അയച്ചത്. വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത് മൂന്നാമതൊരു രാജ്യത്തേക്കുള്ള കയറ്റുമതി 83% തോതിൽ വർദ്ധിച്ചതാണ് പെട്രോൾ ഇതര കയറ്റുമതി ഉയരാൻ സഹായിച്ചത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളി റിക്രൂട്ട്മെന്റിന് ഫീസ് ഈടാക്കുക, ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുക, ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ തീർപ്പുണ്ടാകാതെ കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിക്കുക, വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കാതിരിക്കുക, കമ്പനി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുക എന്നിവയാണ് ഗുരുതരമായ നിയമലംഘനങ്ങൾ. സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രാലയം കൃത്യമായ പരിശോധനകൾ നടപ്പാക്കുന്നുണ്ട്. മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള പരിശോധനകളും മിന്നൽ പരിശോധനകളും ഇതിൽ ഉൾപ്പെടുന്നു. വേങ്ങര മണ്ഡലം KMCC ഹറാസാത്ത് ഓഡിറ്റോറിയത്തിൽ വൈബറ്റ് വേങ്ങര എന്ന പേരിൽ നടത്തിയ പ്രോഗ്രാം ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. പായസ മത്സരത്തിലും മെഹന്തി ഡിസൈൻ മത്സരത്തിലും നിരവധി വനിതകൾ പങ്കെടുത്തു. കുട്ടികൾക്കായി കളറിംഗ്, പെൻസിൽ ഡ്രോയിംഗ് മത്സരങ്ങളും വിവിധ ഗെയിമുകളും നടന്നു. പഞ്ചായത്ത് കമ്മിറ്റികൾ തമ്മിൽ വടംവലി, ഷൂട്ടൌട്ട് മത്സരങ്ങളും നടന്നു. തുടർന്ന് ഒപ്പന, കശ്മീരി, സിനിമാറ്റിക് ഡാൻസ്, മുട്ടിപ്പാട്ട്, ജിദ്ദയിലെ ഗായകർ പങ്കെടുത്ത ഗാനവിരുന്നും പരിപാടിയെ വർണ്ണാഭമാക്കി. സാംസ്കാരിക പൊതുസമ്മേളനത്തിൽ EV നാസർ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. റസാഖ് മാസ്റ്റർ, നാസർ മച്ചിങ്ങൽ, നാസർ വെളിയങ്കോട്, AK ബാവ, നാണി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നാസർ മമ്പറം, നൌഷദ് അലി പറപ്പൂർ എന്നിവർ നേതൃത്വം നൽകി. ജിദ്ദ അനാക്കിഷ് KMCC സംഘടിപ്പിച്ച ഇക്ര ബാങ്കുവിളി ഖുർആൻ പാരായണ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഉജ്ജ്വല സമാപനം. ഹറാസാത്ത് അഫ്നാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം അനാക്കിഷ് KMCC പ്രസിഡന്റ് ബഷീർ കീഴിലത്തിന്റെ അധ്യക്ഷതയിൽ KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. ഉബൈദുള്ള തങ്ങൾ, റിഹാസ് പുലാമന്തോൾ, മുൻ മഞ്ചേരി MLA അഡ്വക്കേറ്റ് M ഉമ്മർ, നാസർ വെളിയംകോട്, CK റസാഖ് മാസ്റ്റർ, VP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. അലി മുഹമ്മദ് അലി JNH മുഖ്യാതിഥിയായി പങ്കെടുത്തു. അബ്ദുൽ ഫത്താഹ് താനൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AC മുജീബ് പാങ്, റഹ്മത്ത് അലി, നിസാർ മടവൂർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ഖാലിസ് ബഷീർ, കോയക്ക അഫ്സൽ നാറാണത്ത്, റാഫി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. UAEയിലെ ഉമുൽ ഖുവൈൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി കരാറിൽ ഒപ്പുവെച്ച് ആഗോള ടെക്നോളജി സ്ഥാപനമായ സോഹോ കോപ്സ്. ദുബായിൽ നടന്ന സോഹോയുടെ വാർഷിക സമ്മേളനമായ സോഹോളിക്സ് 2025 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. ഉമുൽ ഖുവൈനിലെ 8600-ലധികം വ്യാപാര സംരംഭങ്ങളുടെ വിപുലീകരണത്തിനായി സഹകരണ കരാർ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ജനറൽ അമ്മാർ റാഷിദ് അൽ അലീലി, സോഹോയുടെ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലാ പ്രസിഡന്റ് ഹൈദർ നിസാമി, മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക അസോസിയേറ്റ് ഡയറക്ടർ പ്രേം ആനന്ദ് വേലുമണിയുടെയും സാന്നിധ്യത്തിലാണ് കരാറിൽ ഒപ്പുവച്ചത്. വാലറ്റ് ക്രെഡിറ്റുകളിൽ 170 ലക്ഷം ദിർഹം നിക്ഷേപവും ഡിജിറ്റൽ പരിവർത്തനത്തിനായി 430 ലക്ഷം ദിർഹം നിക്ഷേപവുമാണ് പദ്ധതിയിലുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസം, ഇന്റർനാഷണൽ ഫ്രീ സോൺ അതോറിറ്റി, ദുബായ് കൾച്ചർ തുടങ്ങി സുപ്രധാന സർക്കാർ സ്ഥാപനങ്ങളിൽ സോഹോക്ക് പങ്കാളിത്തമുണ്ട്. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. ബ്രൂവറി വിവാദത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബ്രൂവറിയിൽ നിക്ഷേപകർ ഇനി എത്തിയാലും പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാലക്കാട്ടെ കർഷകരുടെ താൽപര്യം സംരക്ഷിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം എഴുതി നൽകിയ അഴിമതി വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നൽകിയത്. മദ്യനയത്തിൽ സർക്കാരിന്റെ നയം വ്യക്തമാണ്. വ്യവസായ നിക്ഷേപ പദ്ധതികൾക്ക് ടെൻഡർ ബാധകമല്ലാത്തതിനാലാണ് ടെൻഡർ വിളിക്കാഞ്ഞത്. പ്രാഥമിക അനുമതി പൂർണ്ണമായും സർക്കാരിന്റെ വിവേചനമാണെന്നും പഞ്ചായത്തിനെ പരിഗണിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിക്ഷേപകർ ഇനി വന്നാലും സർക്കാർ പ്രോത്സാഹിപ്പിക്കും. പാലക്കാട്ടെ കൃഷിക്കാരുടെ താൽപര്യം സംരക്ഷിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല. അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ്. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും.
സംസ്ഥാനത്തെ 10 ഡിസ്റ്റിലറികളിൽ 7-ഉം 2 ബ്രൂവറിയും തുടങ്ങിയത് UDF കാലത്താണ്. ഇതിനു ടെൻഡർ വിളിച്ചിരുന്നില്ലെന്നും വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകാനുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ അഴിമതിയുടെ പാപഭാരം ഇങ്ങോട്ടേക്ക് കെട്ടിവെക്കേണ്ടതില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. കൊക്കക്കോളയെ പൂട്ടിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങളും നിങ്ങളും. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? കുടിവെള്ളമില്ല. മഴനിഴൽ പ്രദേശമാണ്. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ തലയിൽ ഓവർസീസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? അച്യുതമേനോന്റെ ഗവൺമെന്റ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 999 ഓർഡർ വന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കുക. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിനുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബ്രൂവറി വിഷയത്തിൽ പ്രതികരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തങ്ങൾ വികസന വിരുദ്ധരല്ലെന്നും ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കുടിവെള്ളം മറന്നുകൊണ്ട് വികസനം വേണ്ട. കുടിവെള്ളം, ശുദ്ധവായു എന്നിവ വികസനത്തിന്റെ ഭാഗമാണ്. MP രാജേഷിനെ കണ്ടതിൽ പുതുമയില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പ്രതികരിച്ചു. വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. PPE കിറ്റ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ അവഗണിച്ച് 2 ഇരട്ടി വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു VT സതീശന്റെ സഭയിലെ ആരോപണം. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. CAG റിപ്പോർട്ട് ആരോഗ്യമന്ത്രി സഭയിൽ തള്ളിക്കളഞ്ഞു. കോവിഡ് വ്യാപനത്തിനിടെ 2020 ഓഗസ്റ്റ് 23-ന് അനിത ടെക്സ്റ്റ് കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് 550 രൂപ നിരക്കിൽ 25,000 കിറ്റ് വാങ്ങാനാണ് ആദ്യം സർക്കാർ പദ്ധതിയിട്ടത്. എന്നാൽ കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണത്താൽ വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറച്ചു. അതേ ദിവസം സാൻഫാർമയിൽ നിന്ന് 2 ഇരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. 550 രൂപയെന്ന് വീണ്ടും താഴെ വരാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവർ ഓഫർ ചെയ്ത 25,000 വാങ്ങിക്കുന്നില്ല, 10,000 മാത്രമാണ് വാങ്ങിക്കുന്നത്. വേറൊരു കമ്പനിക്ക് 15,000 കുറച്ചത് 550 രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വേറൊരു കമ്പനിക്ക് 1,550 രൂപയ്ക്ക് മേടിക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് ഇന്റന്റ് കൊടുക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവൻ രക്ഷാ ഉപാധികൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നിലനിന്നത്. ജനങ്ങളുടെ ജീവനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നും മുഖ്യമന്ത്രി. അടിയന്തര ആവശ്യത്തിനായുള്ള സാധനങ്ങൾ അതിവേഗത്തിൽ ലഭ്യമാക്കാനാണ് നടപടികൾ എടുത്തത്. അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, കാലതാമസം വരുത്തി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് അത്തരം ഘട്ടത്തിൽ ദൗർലഭ്യതയും വിലക്കൂടുതലും സ്വാഭാവികമാണ്. ആ സമയത്ത് സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ കിറ്റുകൾ ലഭിക്കാതെ മരിച്ചു വീഴുന്നത് തടയാനായിരുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലെന്ന് ആരോഗ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കി. ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. PPE കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സർ. ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയുള്ള പ്രതിപക്ഷ ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി കൃത്യമായി നിർണ്ണയിക്കാത്തത് ടൂറിസം കേന്ദ്രമായ ഇലവിഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും അതിർത്തി തർക്കത്തിൽ തട്ടി മുടങ്ങുന്ന സ്ഥിതിയാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. പൂഞ്ചിറ മലയുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ്. എന്നാൽ 2 ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മേഖലയിൽ ഒരു സിനിമ പോലും നിർമ്മിച്ച സിനിമ കണ്ട ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്ന
ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണപരമായ തർക്കങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താതെ പോകുന്നതുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ലഭ്യമാകേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന പ്രദേശം. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നമുന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമായില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നിലമ്പൂരിലെ കാട്ടാന ആക്രമണം ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിലമ്പൂർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാ രാമകൃഷ്ണന്റെ മരണം ഉൾപ്പെടെ സംസ്ഥാനത്ത് വനാതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വന്യജീവി ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണെന്നും അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുമുള്ള മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. സർക്കാർ മലയോര മേഖലയിലെ ജനങ്ങളോട് സത്യസന്ധമായി ഇടപെടുന്നില്ലെന്നും വിഷയം ചർച്ച ചെയ്യാത്തത് നിർഭാഗ്യകരമാണെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. സംസാരത്തിനിടെ പ്രതിപക്ഷ നേതാവിന്റെ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസിനെ MLA ക്ഷണിക്കുകയും ചെയ്തു. മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിനെ ആ ജാഥയിൽ ഒരിടത്ത് പങ്കെടുക്കാൻ ക്ഷണിക്കുകയാണ്. അതേസമയം പ്രസംഗത്തിൽ പിൻവലിച്ച വനഭേദഗതി നിയമം പരാമർശിച്ചത് സ്പീക്കറെയും ചൊടിപ്പിച്ചു. ഈ വന നിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വന നിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനാഭിപ്രായം മാനിച്ചാണ് വനഭേദഗതി നിയമം പിൻവലിച്ചതെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന വന നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമല്ലേ നിന്നത്? ഈ പിൻവലിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നത്. അതറിയുന്ന ജനങ്ങൾ അവിടെയുണ്ട്. അതിൽ ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ഇത് തടയാൻ സർക്കാർ ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ലെന്നും കണക്കുകൾ സഹിതം വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണെന്ന് അറിയിച്ച് വാക്കൌട്ട് നടത്തുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിൽ 712 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല, ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസം സാധ്യമാകുമ്പോൾ ദുരന്തബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് ഇതുവരെ 712 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ലെന്നും ദുരന്ത ബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായവും പ്രതീക്ഷിക്കുന്നു. അതേസമയം പുനരധിവാസം നടപടികളിൽ വീട് നിർമ്മാണത്തിന് വൻതുക തീരുമാനിച്ചതിനാൽ സ്പോൺസർമാർ പിൻവാങ്ങുകയാണെന്നും ദുരന്തം കഴിഞ്ഞ 6 മാസം പിന്നിട്ടിട്ടും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പലരും ഈ 30 ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ, സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ 20 ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ 30 ലക്ഷം രൂപ വീട് എന്നുള്ളതൊരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികളും പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് 30 ലക്ഷം എന്നത് കണക്കാക്കണമെന്നും മാറ്റം വരുത്താൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ദുരന്തത്തിൽ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് രാജ്യത്തെ എല്ലാ MPമാർക്കും കത്തയച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരന് പകരം പുതിയ ആളെത്തും. കേരളത്തിലെ അഭിപ്രായ ഭിന്നത ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കും. ഇതിനിടെ 63 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ.
സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായിരിക്കെ നേതൃമാറ്റ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയേക്കും. കേരള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിക്ക് മടങ്ങി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തിയ ഭൂരിഭാഗം നേതാക്കളും നേതൃമാറ്റമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ പേരുകളാണ് സുധാകരന്റെ പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇതിനിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനിച്ച നേതാക്കളുടെ ഐക്യം വിളിച്ചോതുന്ന സംയുക്ത വാർത്താ സമ്മേളനം അനന്തമായി നീളുകയാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന വാർത്താ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ വാക്പോരും അഭിപ്രായ വ്യത്യാസവും കാരണം ഒരുമിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ ഇപ്പോഴും ധാരണയില്ല. പിന്നാലെ സുധാകരൻ തിരുവനന്തപുരം വിട്ടു. ഐക്യം വ്യക്തമാക്കാനായി തീരുമാനിച്ച വാർത്താ സമ്മേളനം ഇനി ഉണ്ടാകില്ല. അതിനിടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത പ്ലാൻ 63-ൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ ആദ്യദിന ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പുത്തൂർ വയൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു ചോദ്യം ചെയ്യൽ. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. രാവിലെ 11 മണിയോടെയാണ് IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. പുത്തൂർ വയൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വൈകിട്ട് 4 വരെ MLA ചോദ്യം ചെയ്യലിന് വിധേയമാകും. സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷെരീഫാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല. താനാണ് ആദ്യം പരാതി നൽകിയത്. അന്വേഷണത്തെ നേരിടുമെന്നും MLA വ്യക്തമാക്കി. എനിക്ക് ജാമ്യം അനുവദിച്ചല്ലോ, ഇടക്കാല ജാമ്യം അനുവദിച്ചു. NM വിജയേട്ടൻ്റെ മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എൻ്റെ പേരിലാണല്ലോ. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SP-ക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകുകയാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. NM വിജയന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തത്. കോടതി 3 പേർക്കും മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു. IC ബാലകൃഷ്ണനെയും 3 ദിവസം ചോദ്യം ചെയ്യും. MLA ഓഫീസിൽ തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. ഇടുക്കി ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞുകളും നശിപ്പിച്ചു. മുമ്പ് ഭൂമി കയ്യേറിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ അതിക്രമിച്ച് കടന്നത്. ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് ചൊക്രമുടിയിലെത്തി പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത്. സംഭവം അറിഞ്ഞതോടെ ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തുകയും കയ്യേറ്റ ശ്രമം തടയുകയും ചെയ്തു. ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും ഈ പട്ടയം സംബന്ധിച്ച് വ്യക്തമായി ഇത് വ്യാജപ്പട്ടയമാണെന്നും ഇത് വ്യാജമായിട്ട് നിർമ്മിച്ച പട്ടയമാണെന്നും എല്ലാം വ്യക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് ഉചിതമായി നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഈ കയ്യേറ്റക്കാർ വീണ്ടും വീണ്ടും ഇവിടെ കയ്യേറുകയും അതുപോലെ തന്നെ ഇതുപോലെ ഈ ജൈവസമ്പത്തെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. ദേവികുളം സബ് കളക്ടർ ഹിയറിംഗ് നാടകം ഒരു 6 മാസത്തോളം ഹിയറിംഗ് നാടകം നടത്തി. ആ നാടകത്തിന് ശേഷം വീണ്ടും ആ കളക്ടർ അതിൻ്റെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഒരു വലിയ ഒരു കളി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ അതീവ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് നശിപ്പിച്ചത്. സംഭവം ദേവികുളം സബ് കളക്ടറെയും റവന്യൂ അധികൃതരെയും അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഇവിടേക്കെത്തിയില്ല. ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ അതിക്രമിച്ചു കയറിയത്. അമൃത ന്യൂസ്, ഇടുക്കി. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു CPM പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്ത്. ഏരിയ കമ്മിറ്റി അംഗം കബളിപ്പിച്ചതായി കത്തിൽ വ്യക്തമാക്കുന്നു. കടബാധ്യത തീർത്തു തരാമെന്ന പേരിൽ സ്ഥലം വിൽക്കാൻ നിർബന്ധിച്ചതായും ആരോപണമുണ്ട്. എന്നാൽ കത്ത് പാർട്ടിയുടെ പരിഗണനയിലാണെന്നും സമ്മേളനം കഴിഞ്ഞ് പരിഗണിക്കുമെന്നും ഏരിയ സെക്രട്ടറി PB രതീഷ് പ്രതികരിച്ചു. അതേസമയം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു.
ബാങ്ക് പ്രസിഡന്റും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസ് തന്നെ കബളിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൗൺസിലർ കലാരാജു 2024 ഒക്ടോബർ 2-ാം തീയതി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്ത് നൽകിയത്. കടബാധ്യത തീർത്തു തരാമെന്ന പേരിൽ സ്ഥലം വിൽക്കാൻ ഏരിയ കമ്മിറ്റി അംഗം നിർബന്ധിച്ചു. ക്വാറി ഉടമയാണ് സ്ഥലം വാങ്ങിയത്. ഇതിലൂടെ സണ്ണി വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. തന്നെ സഹായിക്കാൻ പാർട്ടിയല്ലാതെ മറ്റാരുമില്ലെന്നും കത്തിൽ കല ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കലാരാജുവിന്റെ കത്ത് പാർട്ടിയുടെ പരിഗണനയിലാണെന്ന് ഏരിയ സെക്രട്ടറി PB രതീഷ് പ്രതികരിച്ചു. അതേസമയം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിലായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 6 മുതൽ 9 വരെ പ്രതികളായ CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, പാർട്ടി പ്രവർത്തകരായ ടോണി, റിൻസ്, സജിത്ത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലെങ്കയും മാഡിസൺ കീസും ഏറ്റുമുട്ടും. ഇന്ന് നടന്ന മത്സരത്തിൽ ബഡോസിയെ തോൽപ്പിച്ചാണ് സബലെങ്ക ഫൈനലിലെത്തിയത്. സ്കോർ 6-4, 6-2. അരീന സബലെങ്കയുടെ തുടർച്ചയായ 3-ാം ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലാകും ഇത്. ജയിച്ചാൽ ഈ നൂറ്റാണ്ടിൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ത്രീപീറ്റ് അടിക്കുന്ന ആദ്യ താരമാകും സബലെങ്ക. സൗദിയിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗൂഗിളീസ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സലാമ ഗൂഗിളീസ് കപ്പിന് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി. അൽബവാദിയിലുള്ള അൽമഹർ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കൂളുകൾ പങ്കെടുത്തു. 12, 14, 17 വയസ്സ് എന്നീ വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം. 12 വയസ്സ് വിഭാഗത്തിൽ ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ സ്കൂളിനെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് അഹ്ദാബ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളും, 14 വയസ്സ് വിഭാഗത്തിൽ നോവൽ ഇന്റർനാഷണൽ സ്കൂളിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയും, 17 വയസ്സ് വിഭാഗത്തിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ സ്കൂൾ അസീസിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയും ജേതാക്കളായി. ചടങ്ങിലെ മുഖ്യ അതിഥികളായത് ഫൈനലിലെത്തിയ സ്കൂളിലെ പ്രിൻസിപ്പൽമാരായിരുന്നു. ഷാജി അബൂബക്കർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.